ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഡി മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ കാണിക്കുന്നത്. പഴംപൊരി ഇഷ്ടമില്ലാതെ കൂട്ടർ ആരും ഉണ്ടാവില്ലല്ലേ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ഒരു 4 പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് കടലമാവ്, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് പഞ്ചസാര, പിന്നെ ഈ ഒരു ചെറിയ കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ എള്ള്, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ തേങ്ങാപ്പാൽ. ഇനി ഒരു ബൗളെടുത്ത് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് തേങ്ങയും വെള്ളം ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ. അതുപോലെ തേങ്ങാപ്പാലിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ആ തേങ്ങാപ്പാലിൻ്റെ രുചിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പഴംപൊരി കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ ഈ പരുവത്തിലായിരിക്കണം ബാറ്റർ. ഇനി നമുക്ക് പഴം ഒന്ന് വെട്ടിയെടുക്കാം. പഴം ഞാനിത് ഇതുപോലെ നീളത്തിലാണ് വെട്ടിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാ പഴവും വെട്ടിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. എല്ലാ പഴവും ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഓരോ പഴം എടുത്ത് ഇതുപോലെ മാവിൽ മുക്കി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒഴിഞ്ഞതിന് ശേഷം സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ പഴംപൊരിയും പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരി റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.